കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ ഈ ചോദ്യത്തിനുള്ളൊരു മറുപടി. മുഖമൊക്കെ തിളങ്ങുന്നേ, ഭയങ്കര ഓയിലി ആണല്ലോ, മുഖം കഴിയില്ലേ? ചൊറിച്ചിലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഉണ്ടായിരിക്കും. ദിവ്യ ബ്രിൻഡോ. അപ്പം എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇച്ചാ ഒന്ന് എടുത്തു തരോ, ഒരു വീഡിയോ എടുത്തു തരോ? ഒന്ന് എടുത്തതാ, ഒരു വീഡിയോ എടുത്തതാ. പാതിരാത്രി എന്താ, ഞാൻ നോക്കട്ടെ സമയം എത്രയായിരുന്നു. സമയം 11:10 ഒന്ന് എടുത്തതാ. പിന്നെ നൈറ്റ് സ്കിൻ കെയർ നൈറ്റിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് രണ്ടുപേർക്കും കൂടെ ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും കൂടെ ചെയ്യാം. വാ സുന്ദരനാണ്ടേ, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? പോരാ, ഒന്ന് വാ, ഒരുപാടൊന്നും ഇല്ല. വാ ഇവിടെ ഇരിക്കാം. വാ, എൻ്റെ നൈറ്റ് സ്കിൻ കെയർ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നില്ലേ കാണാൻ? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. ഞാൻ രാവിലെ വൈകിട്ട് എപ്പോഴും, നൈറ്റ് മാത്രമല്ല, ഇതാണ് എൻ്റെ സ്കിൻ റൊട്ടീനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ ഇരിക്കും, നമുക്ക് രണ്ടുപേർക്കും കൂടെ ചെയ്യാം. ഇവിടെ ഇരിക്ക്, ഒന്ന് വാ മനുഷ്യ, ഇവിടെ ഇരിക്കാം. അങ്ങോട്ട് കുളിക്കാൻ വരെ മടിയാ, പിന്നെ എങ്ങനെയാ സ്കിൻ കെയർ? ഇത് പിടിച്ചേ, ഞാൻ ഒന്ന് പറയട്ടെ. അപ്പൊ നമ്മളെപ്പോഴും ദുരന്തം നമ്പർ 1 റിസീവർ കുത്തിയില്ല. അങ്ങനെ ഇരിക്കും മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാണ്ട് ഉറക്കപ്പിച്ചിട്ട് വന്നിട്ട് ഓരോന്ന് സാധനങ്ങൾ എടുത്തോണ്ട്. അപ്പൊ ഫസ്റ്റിലെ മുഖം കഴിയതാണെന്ന് കുളിച്ചതാണ്, കനാലിൽ പോയി ചടിയതാണ്. നല്ല ഒന്നും പറയണ്ട. അതുകൊണ്ട് ഒന്ന് സോപ്പിട്ട് കുളിച്ചോന്ന് ഞാൻ ചോദിച്ചേ. മുഖം ഫേസ് വാഷ് ഇട്ടോ? ഇടയ്ക്കിടയ്ക്ക് കുളിക്കുന്നതിനകത്തിന്. ഇടയ്ക്കിടയ്ക്ക് കുളിക്കണമല്ല, നമ്മുടെ ഫേസിൽ എപ്പോഴും എന്തെങ്കിലും അഴുക്കോ വേർപ്പൊക്കെ പറ്റി കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകണം. അത് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കണം. അറ്റ്ലീസ്റ്റ് രാവിലെ വൈകിട്ടെങ്കിലും മുഖം കഴുകണം. അത് ചെയ്യാറുണ്ടോ? അല്ലല്ലോ, ഞാൻ ചെറുതായിട്ടൊക്കെ. എൻ്റെ അത് വലിയ കഥയാണ്. ഇതിന്റെ മുഖമൊക്കെ തിളങ്ങുന്നേ, ഭയങ്കര ഓയിലി ആണല്ലോ, മുഖം കഴിയില്ലേ? ജനസിന്റെ ഗുണം. ഇത് കണ്ണ് കണ്ടില്ല, മറ്റേ ഉള്ളി പറഞ്ഞ ഡയലോഗ് എന്നെ കൊണ്ട് പറയിക്കരുത്. അവളുടെ കണ്ണ് കണ്ടില്ല, ഒരു പളപളാന്നൊരു തിളക്കം. ഫസ്റ്റ് വേറൊന്നുമല്ല, ഫസ്റ്റ് നമ്മള് ഫേസ് വാഷ് ചെയ്യണം രാവിലെയും വൈകിട്ടും. അതാണ് ഏറ്റവും വലിയ സ്കിൻ കെയർ. പല്ല് തേക്കുമ്പോൾ ചെയ്യാറുണ്ടോ? അവിടെ വേറെ പലരും ചെയ്യാറില്ല, ഞാൻ ചെയ്യാം. പല്ലൊക്കെ പറിക്കുന്നവരാന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം സ്കിൻ ടോണറാണ് യൂസ് ചെയ്യുന്നത്. സ്കിൻ ടോണറായിട്ട് ഞാനിവിടെ TheLove.com എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് വൈറ്റമിൻ സിയും ഉണ്ട്. അപ്പോൾ ഇത് ഭയങ്കര നല്ലതാണ്. ആ, കണ്ണടച്ചോ? എൻ്റെ മുഖത്തേക്ക് വേണം, എനിക്ക് പറ്റില്ല. ഞാൻ രാത്രി പോയി മുഖം കഴുകണമെന്നോ? ഞാൻ തൂക്കുന്നതല്ല, എൻ്റെ ഹസ്ബൻഡും തൂക്കണം. എൻ്റെ പൊന്ന് ദിവ്യ, എനിക്ക് നീ രാത്രി. അപ്പം ഇത് ഈ സ്കിൻ ടോണറാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണൂർക്ക് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിൻ വാഷ് ചെയ്ത്, നമ്മൾ ഫേസ് വാഷെല്ലാം യൂസ് ചെയ്ത് വാഷ് ചെയ്യത്തില്ലേ, വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ പോഴ്സ്, സ്കിന്നിലെ അതിസൂക്ഷ്മമായ തുളകൾ തുറന്നിരിക്കും. അങ്ങനെ തുറന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അല്ല, അത് നമ്മുടെ സ്കിന്നിന്റെ മെക്കാനിസം അങ്ങനെയാണ്. അപ്പൊ നമ്മളങ്ങനെ തുറന്നിരുന്നു കഴിഞ്ഞാൽ, ഓപ്പൺ പോഴ്സ് ആയിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ സ്കിന്നിലെ ഡസ്റ്റ് ആൻഡ് ഡേർട്ട് എല്ലാം കയറി എന്താ പിമ്പിൾസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ടോണർ യൂസ് ചെയ്യണം. നമ്മുടെ ഓപ്പൺ പോഴ്സ് എല്ലാം ക്ലോസ് ആവും, അടച്ചു വെക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫേസ് സിറം യൂസ് ചെയ്യും. ഞാൻ യൂസ് ചെയ്ത് അത്ര എസെൻഷ്യൽ അല്ല, ഇത് എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇത് ബോഡി ഷോപ്പിൻ്റെ ഫേസ് സിറമാണ്. ഡ്രോപ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ഫേസ് സിറമാണ്. നോക്കണ്ട, ഇട്ട് തരാം, ഇപ്പൊ തന്നെ ഇട്ട് തരാം. നല്ല സാധനം എൻ്റെ മുഖത്തില്ലേന്ന് വില കുറഞ്ഞ കണ്ണടയ്ക്ക്. ഇതെന്തിനാണെന്നറിയോ? സ്കിൻ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇഷ്ടമൊക്കെ ആട്ടോ ഇതൊക്കെ ചെയ്യുന്നേ. പിന്നെ ഭയങ്കര മടിയനാണ്, മുഖം കഴുകാൻ വരെ മടിയാ. പിന്നെ എങ്ങനെയാ? ഇഷ്ടമായതുകൊണ്ടല്ല. ഇതിപ്പോ മറ്റേ സാധനം എൻ്റെ മുഖത്തടിച്ചിട്ട് ഇനി ഇതും കൂടെ അടിച്ചില്ലെങ്കിൽ ഇനി എന്നാ സംഭവിക്കണമെന്ന് അറിയില്ലല്ലോ. ഇപ്പൊ തുറന്ന ഹോൾസ് എല്ലാം അടഞ്ഞു. ഇനി എന്നാ ഈ സാധനത്തിനത്? അതിനെപ്പറ്റി പറഞ്ഞുതരാം. ദ ബോഡി ഷോപ്പ് ഡ്രോപ്സ് ഓഫ് ലൈറ്റ് പ്യുവർ ഹെൽത്തി ബ്രൈറ്റനിങ് സിറമാണിത്. വലിയ സംഭവം എന്ന് പറഞ്ഞ രീതിയിൽ കുറെ ഡെഫിനിഷൻസ് ഭയങ്കര കാര്യം പറയണേ. ഇതിനകത്ത് ഭയങ്കര കഥകളാണല്ലോ ഇതിനകത്ത്. ഇതിന്റെ വില കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും.
ഇതിന്റെ വില എത്രയാണെന്നറിയോ? 2595 രൂപ. തുടക്കത്തില് എന്റെ മുഖത്ത് തൂക്കാത്ത എപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് എന്തോ വലിയ വില കൂടിയ സാധനമാണ്. എനിവേ ഇത് ഭയങ്കര ബെസ്റ്റ് ആണ്. വിലയോ? ഏതാ റോസ് വാട്ടർ? അതിന് വലിയ വിലയൊന്നും ആയിട്ടില്ല. 399 രൂപ. അതാണ് ചുമ്മാ സ്പ്രേ ചെയ്തോണ്ടിരുന്നത്. വില കൂടിയ സാധനങ്ങളൊക്കെ അവളുടെ മുഖത്ത് തീരാറായി ഇത്. മനസ്സിലായി. ഭയങ്കര നല്ല പ്രോഡക്റ്റ് ആണ്. ഇനി അടുത്തത് വന്നിട്ട് മോയ്സ്ചറൈസർ ആണ്. ഇത് മസ്റ്റ് ആണ്. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് പോളിഷ്ഡ് ആക്കി നറിഷ്ഡ് ആക്കി വെക്കാനൊക്കെ ഭയങ്കര നല്ലതാണ്. ചൊറിയുന്നുണ്ടോ? ചുമ്മാ അനാവശ്യം പറയല്ലോ കേട്ടോ. ഈ ഷോപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ മോയ്സ്ചറൈസർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് റൈസ് സെറാമൈഡ് മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസിങ് ക്രീം. ഇത് ശരിക്കും നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും. എന്ന് വെച്ചാൽ നനവുള്ളതാക്കി വെക്കുന്നത്, ഡ്രൈ ആവത്തില്ലാന്ന്. ക്രീം ഹൈഡ്രേറ്റൻറ്റ് എന്താണേലും ഇതിടാം. ഇതിനകത്ത് മെയിനായിട്ടും ചൊറിച്ചിലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഉണ്ടായിരിക്കണേ. ഇതിന് മെയിനായിട്ടും മോയ്സ്ചറൈസിങ് ക്രീം വിത്ത് റൈസ് എക്സ്ട്രാക്റ്റ് ആണ്. ഇതിനകത്ത് റൈസ് എക്സ്ട്രാക്റ്റ് ആണ്. നമുക്ക് ശരിക്കും അറിയാം, നമ്മുടെ ചൈനയിലുള്ള ആന്റിമാരൊക്കെ കൂടുതലും അവർ ഹെയർ ഒക്കെ റൈസ് വാട്ടറിൽ കഴുകും, ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര നല്ലതാ. അത് നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യാനൊക്കെ ഭയങ്കര നല്ലതാ. എനിവേ നിങ്ങളുടെ തൂത്ത് എന്റെ സ്കിൻ കെയർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്ന അല്ലാട്ടോ എന്റെ സ്കിൻ കെയർ. ഇത് റിയൽ സ്കിൻ കെയർ എന്ന് പറയുന്ന അടുക്കളയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കിയല്ലേ, പപ്പായ ജ്യൂസ് ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് ഞാൻ മാറ്റി വെച്ചു മുഖത്ത് തേക്കാൻ. ഇന്ന് കിട്ടിയ ഈ വീട്ടിൽ എന്തുണ്ടാക്കിയാലും കുറച്ച് വയറ്റിലോട്ട് കഴിക്കാൻ, കുറച്ച് മുഖത്ത് തേക്കാൻ, കുറച്ച് പുറത്ത് തേക്കാൻ, കുറച്ച് കാലത്ത് തേക്കാൻ, എവിടെയൊക്കെ തൂത്താലോ അതൊക്കെ. ഇതിന്റെ വല്ലതും കാണാനുണ്ടോ? പല്ല് വേദന. ഞാൻ സുന്ദരിയല്ലേ? അത് കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ, ഈ ചോദ്യത്തിനുള്ളൊരു മറുപടി. എനിക്ക് ഒരു വ്യക്തിബോധം. ഇത്രയും ചെയ്തിട്ട് പിമ്പിൾസ് തോന്നുന്നുണ്ട്. അത് കൊതുക് കടിച്ചതാ മനുഷ്യ. കൊതുകിനെ പിടിയിരുന്നു എന്നെ പിമ്പിൾസ്. ഇത്ര തൂക്കണം വല്ല ഓടോമോസോ വല്ല കൊതുകിനും കത്തിച്ച് വെച്ചാൽ പോലെയായിരുന്നു. ഇത്രയും സാധനം എടുത്ത് തൂക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കൊതുകിനെ അട്രാക്ട് ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. എന്റെ മുഖത്തേക്ക് നോക്കി ഒരു പിമ്പിൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു പിണ്ണാക്കം തൂക്കാത്ത എന്റെ മുഖത്ത് ഇപ്പൊ കാണിക്കടി. ഇതൊക്കെ പിമ്പിൾ ഉണ്ടായ പാടാണല്ലോ. പിന്നെ അത് പണ്ടങ്ങോ ചിക്കൻ ബോക്സ് വന്നതിന്റെ പാടാണത്. ചൊറി. ഈ പറഞ്ഞ ഒരു സാധനം തൂക്കാത്ത മുഖമാണ് എന്റെ മുഖം. ഇതൊക്കെ തൂക്കണ സാധനങ്ങൾ. ഇവളുടെ മുഖത്ത് ഇവിടെ ഒരു പിമ്പിള്, ഇവിടെ കണ്ണിന്റെ താഴെ കറുത്ത് കിടക്കണം. പിന്നെ ഉള്ള ഇങ്ങോട്ട് നോക്കി, പല്ല് പുഴുപ്പല്ലാണ്, മൊത്തം പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സ്കിൻ കെയർ ആണ് പോലും. സ്കിൻ കെയർ എന്റെ മനുഷ്യ, എനിക്കൊന്നും ഒരു പിമ്പിളൊന്നുമില്ല. അത് ഹോർമോൺ വേരിയേഷൻ വരുമ്പോൾ. എന്റെ പൊന്നു നാട്ടുകാരെ, എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ജീവിച്ച് എന്റെ ഫോളോവേഴ്സ് അവര് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇത് ആവശ്യമില്ലാത്ത കെമിക്കലൊക്കെ എടുത്ത് മുഖത്തും തൂത്ത് അവിടെ തൂത്ത് ഇവിടെ തൂത്ത് ഒരു പ്രശ്നമില്ലാണ്ട് സമാധാനത്തിൽ ജീവിക്കാൻ പാടില്ലേ? നിങ്ങൾ കെട്ടിയവന്മാരെ മുഖത്തോട്ടം നോക്കൂ. അവരെന്തെങ്കിലും സാധനങ്ങൾ തൂക്കുന്നുണ്ട്. അതിന് ബാരസോപ്പിട്ടാണോ കുളിക്കുന്നത് താങ്കള്? എന്തേ? അല്ല, അതാ സൗന്ദര്യരഹസ്യം അറിയാൻ വേണ്ടി ചോദിച്ചേ. നിങ്ങള് വീട്ടിലുള്ള കെട്ടിയവന്മാരെ നോക്കൂ, അവരുടെ സ്കിൻ കെയർ നോക്കൂ, എന്തെങ്കിലും തേക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അതാ നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. എങ്ങനെ ഇരിക്കണേ? അപ്പൊ ശരി, ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ടൊക്കെ വീണ്ടും കാണാം. ബൈ ബൈ. അല്ലേ? മനുഷ്യന് ചൊറിയുന്നുണ്ടോ ഇവിടെ അതൊക്കെ തൂത്തിട്ട്? ഗുഡ് നൈറ്റ്. ഒന്നും വെച്ച് ഫേസ്ബുക്കിനെ ബ്ലോക്ക് ചെയ്തതാണ്. തുറക്കുന്നുണ്ടോ? അപ്പം അത് വേണ്ട. അപ്പം ഞാൻ പറയാനുള്ളത് ഗുഡ് നൈറ്റ്. അടുത്ത ദിവസം എൻ്റെ ഹെയർ കെയർ ആണ് രാത്രിയിൽ 12 മണിക്ക്. എന്തേ ചിരിക്കുന്നത്? എനിക്കറിയാം ചിരിക്കുന്നത്, അതാ അങ്ങനെ പറഞ്ഞേ. ഒന്നുമില്ല, വെറുതെ ചിരിച്ചു പോയതാണ്. ഇവളുടെ ഹെയർ കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു എണ്ണ എന്റെ തലയെ തൂത്തിട്ട് എന്റെ ഈസ്റ്റർ ഓളമായി. എന്നെ കൊണ്ടൊന്നും ഓർമ്മിക്കരുത് നീ. അത് പനിയും പിടിച്ച് എണ്ണക്കകത്ത് മുങ്ങിയിട്ട് സൈക്കിൾ ഓട്ടാൻ പോയപ്പോ ആലോചിക്കണം. സൈക്കിൾ ഓട്ടാൻ പോണ മുമ്പ് എന്റെ തലത്തെ കമത്താൻ നിന്നോടായാലും പറഞ്ഞു. നിങ്ങളല്ലേ പറഞ്ഞ എണ്ണ തേച്ച് തരാം. എണ്ണ തേച്ച് ഞാൻ തന്നു. അത് കഴിഞ്ഞ് അതേപടി സൈക്കിൾ ഓട്ടാൻ പോയാൽ കരിഞ്ഞൊരു സാധനം, കരിഞ്ജീരകം എല്ലാം കൂടെ അരച്ച് എന്റെ തലയിൽ ഒഴിച്ചിട്ട് ഒരാഴ്ച തന്നെ പോയി. ഇപ്പോൾ തന്നെ ജലദോഷമൊക്കെ ഒന്ന് മൂക്കൊക്കെ ഒന്ന് തുറന്നു വരുന്നുള്ളൂ. എന്റെ മുടി ഉണ്ടായി ഞാൻ കൊണ്ടൊന്നും പറയിക്കരുത്. അവളെ കരിങ്കുരങ്ങ് രസായനം എന്റെ പൊന്നെ എനിക്ക് മതിയേ. അതോടുകൂടി എനിക്ക് തിരുവാനായതാണ്. തൃപ്തിയായി. അപ്പൊ ശരി ബൈ. ബൈ. അതായിരിക്കും നല്ലത്.